നമുക്കൊരു കഥ കേട്ടാലോ? ഒരു കർഷകൻ്റെ കഥയാണ് കേട്ടോ. അയാൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നല്ല നെൽപ്പാടങ്ങൾ ഉണ്ടാക്കിയിരുന്നേ. ഭയങ്കര വിളവൊക്കെ കിട്ടുന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നെൽപ്പാടം. കുറേ വേറെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോഴാണ് ഉഴാനായിട്ടൊക്കെ നമ്മൾ കന്നുകാലികളെയും ഒക്കെ ഇളക്കുമല്ലോ, കാളകളെയൊക്കെ. അങ്ങനെ ഉഴുത് എല്ലാ വിത്തെല്ലാം വിതച്ച് അടിപൊളിയായിട്ട് നന്നായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കന്നുകാലികൾ കൂട്ടമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കൃഷിസ്ഥലത്തേക്ക് വന്നിട്ട് മൊത്തം വിളകളും തിന്നാൻ തുടങ്ങിട്ടോ. അദ്ദേഹത്തിന് ദേഷ്യം വന്ന് എല്ലാവരെയും ഓട്ടിച്ച് തച്ചു പാച്ച് വിട്ടു. പക്ഷേ ഒരു പശു മാത്രം പോകുന്നില്ല, നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ നല്ലൊരു അടി വെച്ചു കൊടുത്തു. ആ അടി കൊണ്ടത് പശുവിൻ്റെ മർമ്മസ്ഥാനത്താണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പശു താഴെ വീണ് ചത്തുപോയി. അദ്ദേഹത്തിന് ആകെ വെപ്രാളായിപ്പോയി. എന്ത് ചെയ്യും, എന്താ ചെയ്യുക? അയാൾക്ക് സങ്കടം വന്നു കേട്ടോ. പശു ചത്തുപോയപ്പോൾ സങ്കടം വന്നു. നല്ലൊരു മനുഷ്യനാണല്ലോ. പക്ഷേ അയാൾക്ക് ആ കുറ്റമൊന്നും ഏറ്റെടുക്കാൻ വയ്യ. കാരണം പശുക്കളെ കൊല്ലുന്നത് വലിയൊരു അപരാധമാണല്ലോ. പക്ഷെ നാട്ടുകാരിത് കണ്ടു. എല്ലാവരും പറഞ്ഞു ഇയാളാണ് കൊന്നത് എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും എതിരായെങ്കിലും അയാൾ പറഞ്ഞു ഞാൻ കൊന്നിട്ടില്ല, എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ല, എൻ്റെ കൈകളാണ് കൊന്നത്, എൻ്റെ കൈകളിലല്ലേ വടിയിരിക്കുന്നത്, അപ്പോൾ എൻ്റെ കൈകളാണ് കൊന്നത്. ഈ കൈയുടെ ദേവൻ എന്ന് പറയുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്നത് ദേവേന്ദ്രനാണ്, അതായത് കൈകളുടെ ദേവൻ എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ്. അപ്പം ഞാനല്ല ഈ പശുവിനെ കൊന്നതും ഉപദ്രവിച്ചതൊന്നും ദേവേന്ദ്രനാണെന്ന് പറയുകയാണ് കേട്ടോ. ദേവേന്ദ്രൻ എന്താ ദേവലോകത്തു നിന്ന് ഒന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു. ഞെട്ടിത്തെറിച്ച് പുള്ളിക്ക് ദേഷ്യമായി. ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് ത്രിമൂർത്തികളെ കാണാൻ വേണ്ടിയിട്ട് പോയി നാരദനോടൊപ്പം കേട്ടോ. അപ്പോൾ ശരി, മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു സഹായം ചോദിക്കുന്നു. അപ്പം മഹാവിഷ്ണു പറഞ്ഞു ശരി, നമുക്ക് തീർപ്പുണ്ടാക്കാം, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് ആ ഒരു കർഷകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ നാരദരും വേഷം മാറി വന്നിട്ടുണ്ട്. അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് വരികയാണ് കേട്ടോ. എത്ര മനോഹരമായ, എത്ര ഫലഭൂരിഷ്ടമായിട്ടുള്ള ഒരു പാടമാണ്. ആരായിരിക്കും, നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ച് വന്നിട്ടും ഇത്രയും നല്ലൊരു പാടം കണ്ടിട്ടില്ല, നല്ല വിളവുണ്ട്. ആരായിരിക്കും ഈ പാടത്തിൻ്റെ ഉടമ, അല്ലെങ്കിൽ ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക? ഇത്ര നല്ല വിളവ്, ഇത്ര ദൂരം സഞ്ചരിച്ചില്ലേ നമ്മൾ, എന്നിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കർഷകൻ വന്നിട്ട് പറയുകയാണ് ഞാനാണ് ഇതെല്ലാം നട്ട് നനച്ച് വളർത്തി വലുതാക്കിയത്, എൻ്റെ പാടമാണ്, എൻ്റെ പേരിലുള്ള എൻ്റെ വസ്തുവിൽ ഞാൻ ചെയ്ത കൃഷിയാണിത്, നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു, എനിക്ക് ഭയങ്കര സന്തോഷമായി, അഭിമാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് അയാൾ പറഞ്ഞു അതെയോ, എന്നാൽ പിന്നൊന്നും അറിയണമല്ലോ. നാരദർ പറഞ്ഞു നിങ്ങളല്ല ഇത് ചെയ്തത്, നിങ്ങൾക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ല. ഒന്നുകിൽ നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നുണയാണ് പറയാണ്. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ജീവിതത്തിൽ നുണ പറയില്ല, പറഞ്ഞിട്ടുമില്ല, ഇനി പറയുകയില്ല. പക്ഷേ എന്നെ ആരും സഹായിക്കാനോ വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൈകൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പാടവും അതിലെ കൃഷിയാണ് ഇതെന്ന് പറയാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു അത് ശരി, അപ്പോൾ നിങ്ങളുടെ കൈകളാണല്ലേ ഇത് ചെയ്തത്, അപ്പം പിന്നെ ഇതിൻ്റെ ഉടമ നിങ്ങളല്ല, നിങ്ങളുടെ കൈകളുടെ ഉടമ ദേവേന്ദ്രനാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കർഷകന് കാര്യം മനസ്സിലായി, ഇതെനിക്കുള്ള കൊട്ടേഷനാണല്ലോ എന്ന്. അതായത് ഞാൻ പറഞ്ഞിരുന്ന നുണ മനസ്സിലാക്കി. മനുഷ്യർക്കാർക്കും അത് മനസ്സിലാവില്ല, അത്രയും ബ്രില്യൻ്റ് ആണല്ലോ ആള്. അപ്പോൾ ഇതെനിക്കുള്ള പണി തന്നെയാണ്, ഇത് ദേവേന്ദ്രനോ മഹാദേവനോ മഹാവിഷ്ണുവോ ആരെങ്കിലും ആവും എന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ അധികം അങ്ങോട്ട് നിന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണ് പറഞ്ഞ് അവിടെ മാപ്പ് പറഞ്ഞു കേട്ടോ. ദൈവം അപ്പം പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് മാപ്പ് എല്ലാത്തിനും തെറ്റേറ്റു പറഞ്ഞു മാപ്പ് പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ അയാൾ ക്ഷമ ചോദിച്ചു. പക്ഷെ ക്ഷമ ചോദിച്ചുകൊണ്ടാവില്ലല്ലോ, 2-3 കാര്യങ്ങൾ അയാൾ തെറ്റായിട്ട് ചെയ്തു അല്ലേ. ഒരു പശുവിനെ അറിയാതെയെങ്കിലും അടിച്ചു കൊന്നു. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്തായാലും മേടിക്കണം. അപ്പോൾ ആ പശുവിനെ നഷ്ടപ്പെട്ട കർഷകനുള്ള ഒരു എന്തെങ്കിലും ഒരു ലാഭം വേണമല്ലോ എന്ന് കരുതിയിട്ട് അയാളുടെ നിന്ന് കോമ്പൻസേഷനൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ തെറ്റ് ചെയ്തത് ചെറുതോ വലുതോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ആയിക്കോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുണ്ടായിരുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് നമ്മളെ എത്തിക്കാനുണ്ടായ കാരണം അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി അതിനൊരു പശ്ചാത്താപം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നും ഇല്ല, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലും അല്ല കാര്യം. നമ്മൾ ചെയ്ത തെറ്റുകൾ അത് ഒരിക്കൽ സംഭവിച്ചു പോയതാണെങ്കിൽ അതിനുള്ള മാപ്പ് പറയുക, അതിനുള്ള തെറ്റ് തിരുത്തുക, ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ കഥയുടെ ഉള്ളടക്കം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
താങ്ക് യു സോ മച്ച്.